الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، فعن بشر بن بشير الأسلمي عن أبيه رضي الله عنه قال: لما قدم المهاجرون المدينة استنكروا الماء، وكانت لرجل من بني غفار عين يقال لها روما، وكان يبيع منها القربة بمد، فقال له النبي صلى الله عليه وسلم: تبيعنيها بعين في الجنة؟ قال: يا رسول الله، ليس لي ولعيالي غيرها. فبلغ ذلك عثمان بن عفان رضي الله عنه، فاشتراها ب35,000 درهم. ثم أتى النبي صلى الله عليه وسلم فقال: أتجعل لي فيها ما جعلت له؟ قال: نعم. قال عثمان: قد جعلتها للمسلمين. റവാഹുൽ ഇമാം തിർമിദി. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും ഏറ്റി നൽകട്ടെ. വന്നണഞ്ഞ എഴുത്തപ്പിൻ്റെ 10ന്റെ എല്ലാ രാവും പകലും നന്മ കൊണ്ട് നിറക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സ്വർഗവാതിലുകൾ മൊത്തമായി തുറന്നു വെക്കപ്പെടുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ. അതുപോലെ നരകവാതിലുകളൊക്കെയും മുഅ്മിനീങ്ങളെ തൊട്ട് അടക്കപ്പെടുന്ന സമയം കൂടിയാണ് പരിശുദ്ധ റമദാൻ. ഇന്നലെ ജുമുഅ ഖുതുബയിൽ ഈ വിഷയം ചെറുതായിട്ട് പരാമർശിച്ചു പോയിട്ടുണ്ടായിരുന്നു. സ്വർഗവാതിലുകൾ, ആ സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന കവാടങ്ങൾ ചില പുണ്യകർമ്മങ്ങളായി നമ്മുടെ മുമ്പിലുള്ളത് വിവരിക്കുകയാണ് നമ്മുടെ ഈ ക്ലാസ്സുകളിലൂടെ. അതിൽ ഇന്നലത്തേതുപോലെ ചെറിയൊരു ചരിത്ര ശകലമാണ് ഇന്നും സ്വർഗവാതിലിന്റെ ഭാഗമായി കേൾപ്പിച്ചിട്ടുള്ളത്. ബിശ്ർ ഇബ്നു ബശീർ, അസ്ലം ഗോത്രക്കാരനായ ബിശ്ർ ഇബ്നു ബശീർ തന്റെ വാപ്പ പറഞ്ഞു കൊടുത്തൊരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. മുഹാജിറുകൾ മദീനയിലേക്ക് വന്നപ്പോൾ, മക്ക വിട്ട് മദീനയിലേക്ക് പോയല്ലോ, ആ സമയത്ത് മക്കയും മദീനയും തമ്മിൽ മണ്ണും അന്തരീക്ഷവും പിന്നെ പ്രകൃതിയും എല്ലാം നല്ല വ്യത്യാസമുണ്ട്. ക്ലൈമറ്റൊക്കെ നല്ല മാറ്റമുണ്ട് മക്കയും മദീനയും തമ്മിൽ. അപ്പൊ ഇവരവിടെ എത്തിയപ്പോ ഇസ്തൻകറുൽ മാഅ, നോക്കുമ്പോ അവിടുത്തെ വെള്ളം പ്യൂരിറ്റി കുറവുണ്ട്. കുറച്ചൊരു കലക്ക് വെള്ളം പോലെ, കുടിക്കാനൊന്നും അങ്ങനെ എല്ലാവരും ഒന്നും ഇഷ്ടപ്പെടില്ല. അതിൻ്റെ ഒരു ടേസ്റ്റ് ചെറിയൊരു മാറ്റം. സംഗതി വെള്ളം തന്നെ ഉപയോഗിക്കാം, പക്ഷെ വെള്ളം ചെറിയൊരു വ്യത്യാസം വന്നു. അപ്പൊ ഒരു ശുദ്ധമായ വെള്ളം കുടിക്കാൻ നല്ല മനസ്സറാഹത്തോടു കൂടി ടേസ്റ്റോടു കൂടി കുടിക്കാൻ പറ്റിയ വെള്ളം അന്ന് കുറവായിരുന്നു മദീനയിലില്ല. അതേ സമയത്ത് മദീനയിലെ ബനീ ഗിഫാർ ഗോത്രക്കാരനായ ഒരാളുടെ ഉടമസ്ഥതയിലുണ്ട് ഐനുൻ യുഖാലു ലഹാ റൂമ. റൂമ എന്ന് പേരുള്ള ചെറിയൊരു കിണർ എന്ന് പറഞ്ഞാൽ ഒരു നീരുറവ, അവിടുന്ന് ഇങ്ങനെ ഉറവ് പൊട്ടി ഒലിക്കുന്നത്. അങ്ങനെ ഒരു ചെറിയൊരു വെള്ളക്കുണ്ട്, റൂമ എന്ന പേരിൽ ഈ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം അതെന്താ ചെയ്യുന്നത്? ആ നല്ല വെള്ളം, ഒരു തോൽപാത്രം വെള്ളത്തിന് ഒരു മുദ്ദ് ഭക്ഷ്യസാധനങ്ങൾ തിരികെ വാങ്ങിയിട്ടാണ് അയാൾ ഉപജീവനം കഴിയുന്നത്. അയാളും അയാളുടെ ഭാര്യയും മക്കളും ഒക്കെ ജീവിക്കുന്നത് ഈ വെള്ളത്തിൽ നിന്നാണ്. വെള്ളം, ഒരു തോൽപാത്രം വെള്ളം കൊടുത്താൽ അവരൊരു മുദ്ദ് ഭക്ഷണം ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കും. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ ഒരു കൈ കൊണ്ട് 2 കൈയും കൂട്ടിയിട്ട് നല്ലൊരു വാരൽ വാരിയാൽ ധാന്യം എത്ര ഉണ്ടാവും, അതാണ് ഒരു മുദ്ദ് എന്ന് പറയുന്നത്. ആ മുദ്ദ് വാങ്ങിയിട്ട് വെള്ളം കൊടുക്കും. ഇതായിരുന്നു പതിവ്. അപ്പൊ ഈ മക്കയിൽ നിന്ന് മദീനയിൽ വന്ന മുഹാജിറുകൾക്കോ കുറേ ആളുകളുണ്ട്, അവർക്കൊരു ശുദ്ധവെള്ളം കുടിക്കാൻ നല്ലത് കിട്ടാനില്ല. ഈ ഒരു കിണർ മാത്രമേ ഉള്ളൂ. ഫഖാല ലഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ ബനീ ഗിഫാരിയെ അല്ലാഹുവിന്റെ ദൂതർ സമീപിച്ചുകൊണ്ട് ചോദിച്ചു: തബീഉനിഹാ ബിഐനിൻ ഫിൽ ജന്ന, നീ അതെനിക്ക് വിൽക്കുമോ? പകരം സ്വർഗത്തിൽ ഇതുപോലൊരു നൽത്തണ്ണീരിന്റെ കുണ്ട് നിനക്ക് തരാം. ഒരു വെള്ളക്കുണ്ട്, ഒരു കിണർ സ്വർഗത്തിൽ നിനക്ക് തരാം, പകരം ഇതിങ്ങോട്ട് വിൽക്കാമോ എന്ന് ചോദിച്ചു.
പറഞ്ഞതിന്റെ മനസ്സിലായില്ല. ഈ ഒരു കിണർ എന്ത് ചെയ്യാ, നമുക്ക് തരിക, നിനക്ക് അള്ളാഹിന്റെ അടുത്തുനിന്ന് കൂലി കിട്ടും, സ്വർഗത്തിലൊരു കിണർ കിട്ടും. കാല, ആ സമയത്ത് ബനീ ഗിഫാരി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ റസൂലേ, ലൈസ ലീ വലിഇയാലി ഗൈറുഹാ, എനിക്കും എൻ്റെ ആശ്രിതരായ കുടുംബമുണ്ട്, ഭാര്യയും മക്കളും ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ട്. അവർക്കൊന്നും ജീവിക്കാൻ വഴിയില്ല. ഗൈറുഹ, ഈ ഒരു കിണറിൽ നിന്നുള്ള വെള്ളം കൊടുത്തിട്ട് പകരം കിട്ടുന്ന ഈ ഭക്ഷ്യധാന്യം, അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ തന്നാൽ എൻ്റെ ജീവിതം ജീവിതമാർഗം തന്നെ പോയത്, വേറൊന്നുമില്ലല്ലോ. ഇത് കേട്ടപ്പോൾ അങ്ങനെ അള്ളാഹുവിന്റെ ദൂതനാവട്ടെ എന്നാണ് തിരിച്ചു പോകും. പക്ഷെ ഈ വിവരം വലിയ ധർമ്മ മനസ്ഥിതിക്കുള്ളവരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തങ്ങൾക്ക് ഈ വിവരം ലഭിച്ചു. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ പോയിട്ട് ആ കിണർ ആവശ്യപ്പെട്ടപ്പോൾ അത് അവരുടെ കുടുംബത്തിന്റെ മൊത്തം ജീവിത മാർഗമാണ്. അത് വെറുതെ തരാതെ ബുദ്ധിമുട്ടുണ്ട്, വന്നാൽ പിന്നെ അവരുടെ ഒന്നായിട്ട് ഒന്നുമില്ലാണ്ടാവും. ഈ വിവരം അറിഞ്ഞപ്പോൾ ഉസ്മാൻ തങ്ങൾ എന്ത് ചെയ്തു, ഫഷ്തറ, അത് അദ്ദേഹത്തിനോട് പോയിട്ട് വാങ്ങി, വിലക്ക് വാങ്ങി. 35,000 ദിർഹം കൊടുത്തിട്ട് വാങ്ങിയ കിണർ. 35,000 ദിർഹമാണ് അവിടുത്തെ മദീന ദിർഹം. അതിനെത്ര ഉണ്ട്? 35,000. 35,000 എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ വില വരും. ഈ ഒരു ചെറിയ കേണിക്ക് ലക്ഷങ്ങൾ വില വരുന്ന കാശ് കൊടുത്തിട്ട് ഉസ്മാൻ തങ്ങൾ എന്ത് ചെയ്തു, അത് അദ്ദേഹത്തിൽ നിന്ന് വാങ്ങി. ഇതെന്തിനാ? അദ്ദേഹത്തിന്റെ ഉപജീവനം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അദ്ദേഹത്തിന് നല്ല ലാവിഷായിട്ട് നല്ല എനിക്ക് ജീവിക്കാൻ നല്ല സാമ്പത്തിക ശേഷി ഉണ്ടാകണം. അപ്പൊ അതിന് മതിയായൊരു മുതൽ അയാൾക്ക് കൊടുക്കുക. അയാളുടെ മനസ്സ് തൃപ്തിപ്പെട്ടിട്ട് അതിന് തരികയാണെങ്കിൽ നമുക്കതല്ലേ ഗുണം. അങ്ങനെ ഉസ്മാൻ തങ്ങൾ തിരുദൂതരുടെ ഹലറത്തിൽ വന്നു. കാല, എന്നിട്ട് ചോദിച്ചു, നബിയെ, ഈ കിണറി അദ്ദേഹത്തിന് അങ്ങ് വാഗ്ദത്തം ചെയ്തത് എനിക്ക് തരാൻ തങ്ങൾ തയ്യാറാവുമോ എന്ന് ചോദിച്ചു. അങ്ങയോട് അദ്ദേഹത്തോട് തങ്ങൾ ചോദിച്ചത്, ഈ കിണർ തന്നാൽ പകരം സ്വർഗത്തിൽ കിണർ തരാമെന്നല്ലേ പറഞ്ഞ വാഗ്ദത്തം. ആ വാഗ്ദത്തം ഞാനാണ് ഇത് തരുന്നതെങ്കിൽ എനിക്ക് തരാൻ പറ്റുമോ, സ്വർഗത്തിൽ കിണർ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ ദൂതർ പറഞ്ഞു, അതെ, നിങ്ങൾക്ക് തരാം. ഇത് കേട്ടപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞു, അത് ജഅൽതുഹാ ലിൽ മുസ്ലിമീൻ, എന്നാൽ പേടിക്കേണ്ട നബിയെ, ആ കിണർ ഞാൻ വാങ്ങിയിട്ടുണ്ട്, അത് ഞാൻ ഇതാ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കുമായി വഖഫാക്കിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. അല്ലാഹ്, സ്വർഗത്തിലേക്കുള്ള സ്വർഗവാതിലുകളിൽ പെട്ടതാണ് പൊതുകിണർ എന്ന ഈ ആശയം. പൊതുകിണർ, ആ ആശയമാണ് നമ്മുടെ ഈ ഹദീസിൽ വിവരിക്കുന്നത്. ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു സാധനമാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ഉപജീവനമാകുക, അയാളെ കുടുംബം ജീവിക്കുന്നത് അതാണ്. അത് അയാൾ കൈവിട്ട് കളിക്കാൻ പാടില്ല. ആരും ഒന്ന് ചോദിച്ചാലും അത് കൈവിട്ടിട്ട് ഇയാൾ ഒക്കെയായിട്ട് റോഡുമേൽ ഇറങ്ങിയിട്ട് കിടക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെ വരുന്ന ഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് പൊതുവായി അത്യാവശ്യമുള്ളതോ ആവശ്യമുള്ളതോ ആയ ഒരു കാര്യം അത് ആർക്കെങ്കിലും സാധിക്കുന്ന ആള് അത് വാങ്ങിയിട്ട് മൊത്തം എല്ലാവർക്കുമായി ഒരു പൊതുദാനം ചെയ്യുക എന്ന് പറയുന്നത് വളരെയേറെ പുണ്യമുള്ള കർമ്മമാണ്. ആ കർമ്മമാണ് ആര് തെരഞ്ഞെടുത്തത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുത്തത്. ഈ പൊതുദാനം എന്ന് പറയുന്നത് കിണർ പൊതു, അതിലെപ്പോഴും ഇങ്ങനെ വെള്ളം പിന്നെ ഉറവ പൊട്ടിക്കൊണ്ടേ. അപ്പൊ ഇതിൽ നിന്ന് മുക്കിയെടുക്കുന്നതോറും അതിൽ വെള്ളം വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിങ്ങനെ ഇഷ്ടം പോലെ ഒരുപാട് കാലത്തേക്ക് ആളുകൾക്ക് കുടിക്കാനും ഉപയോഗിക്കാനും അതിൽ വെള്ളം കിട്ടും. അപ്പൊ അതെങ്ങാനും വഖഫാക്കിയാലോ, ഈ വെള്ളം മുസ്ലിങ്ങളൊക്കെ എടുത്ത് എല്ലാവരും ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒക്കെ ശതമാനം പ്രതിഫലം ആർക്ക് കിട്ടും? ഇത് ദാനം ചെയ്ത വഖഫ് ചെയ്ത ആളുകൾക്ക് കിട്ടും. ഇപ്പോ വഖഫ് ബില്ലും വഖഫ് സ്വത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ഇഷ്യൂസ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ. ഈ ഒരു നിയത്തിൽ കാലാകാലത്തേക്കും എനിക്ക് പ്രതിഫലം കിട്ടണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പൊതുദാനം പ്രഖ്യാപിച്ചതാണ് ഈ സ്വത്തുക്കളൊക്കെ. ആയിരക്കണക്കിന് 10,000-കണക്കിന് ഹെക്ടറുകൾ ഭൂമിയും അതുപോലെ മറ്റു വസ്തുവകകളും വഖഫിൻ്റെതായിട്ടുണ്ട്. പൂർവികരായിട്ടുള്ള ആളുകൾ ഈ നിയ്യത്ത് വെച്ചിട്ട് വഖഫ് ചെയ്തതാണ്.
ആ വഖഫ് സ്വത്ത് പൊതുവായിട്ട് ഉപയോഗിക്കേണ്ട സ്വത്ത് ചില ആളുകൾ, ചില സ്വകാര്യ വ്യക്തികൾ അത് കയ്യേറുകയും കൈക്കലാക്കുകയും ചെയ്തു. അതാണ് ഇന്നിപ്പോ നടക്കുന്ന പ്രശ്നങ്ങളിൽ വലിയ ഒരു ഭാഗമുള്ളത്. അപ്പോൾ വാസ്തവത്തിൽ വഖഫ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ കിണർ വഖഫ് ചെയ്തിട്ടുള്ള വലിയൊരു മാതൃക ബഹുമാനപ്പെട്ട ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ